ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ US കാനഡ ട്രിപ്പിൻ്റെ 6ാമത്തെ ദിവസമാണത്. ഇപ്പോൾ ഞാൻ മോൺട്രിയലിലാണുള്ളത്. ഇന്ന് രാവിലെയാണ് ടൊറൻറ്റോയിൽ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് നേരെ മോൺട്രിയൽ വന്നിറങ്ങിയത്. ഏതാണ്ട് 4 മണിയോടുകൂടെ ഞാൻ മോൺട്രിയലിലെത്തി. അതിനുശേഷം ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഉക്കാം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. സെൻറ്റ് ഡെനീസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫേമസ് സ്ട്രീറ്റാണ് അവിടുത്തെ. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട സ്ട്രീറ്റാണത്. കംപ്ലീറ്റ് ഒരു 2 സൈഡിലും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ട്രീറ്റാണത്. ഓൾഡ് ടൗണിനോട് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഹോട്ടൽ ചൂസ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷമാണ്, മാത്രമല്ല സമ്മർ സീസൺ ആയത് കാരണം ഡേ ടൈം കൂടുതലുണ്ടാവും. അത് കാരണം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അധികം ലേറ്റ് ആവാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓൾഡ് ടൗണിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓൾഡ് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഒരു മെട്രോ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റും. ഒരു 1-2 സ്റ്റേഷൻ കഴിഞ്ഞ് എത്തും. പക്ഷേ അവിടെ നിന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നു പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാമല്ലോ. മോൺട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണ് നമ്മുടെ ഒരു യൂറോപ്യൻ കൾച്ചർ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഫ്രഞ്ചും സ്പാനിഷും എല്ലാം അവരുടെ എല്ലാം ഒരു റൂളിങ്ങിൽ കുറേ കാലം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരുമാതിരിപ്പെട്ട കെട്ടിടങ്ങളും അവിടുത്തെ ഒരു ആർക്കിടെക്ചറും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ കൾച്ചറാണ് അവിടെ ഉണ്ടാവും. ശരിക്കും അതിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഏതോ യൂറോപ്പിൻ്റെ ഒരു രാജ്യത്ത് കൂടെ നടന്നു പോകുന്നൊരു ഫീലിംഗാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറച്ചധികം നടക്കാനൊന്നുമില്ല. വൈകുന്നേരം ആയത് കാരണം ഈ പറഞ്ഞ കാലാവസ്ഥയും അത്ര പ്രശ്നമൊന്നും ആയിരുന്നില്ല. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നടന്നു പോകുന്ന വഴി ഈ സ്ക്വയറിലെത്തിയത്. വിഗർ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ പേര്. അത് ഓൾഡ് ടൗണിനോട് അടുത്തിട്ടുള്ള അവിടെയുള്ളൊരു മെയിൻ സ്ക്വയറാണിത്. അതായത് എല്ലാ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്ന പോലെ തന്നെ കുറേ സ്ക്വയറുകളും കാര്യങ്ങളെല്ലാം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുപോലെയുള്ളൊരു സ്ക്വയറാണിത്. വിഗർ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഒരു പാർക്ക് പോലെയാണ് ആക്ച്വലി. ബേസിക്കലി അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു ആൾക്കാർക്ക് വന്നിരിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള തരത്തിലുള്ള ഒരു സ്ഥലം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത്. ഈ കാണുന്നതാണ് വിഗർ സ്ക്വയർ. അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പിന്നെയും ഓൾഡ് ടൗൺ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്പിലെ ഏതോ ഒരു ടൗൺ പോലെ നമുക്ക് തോന്നുള്ളൂ. പറഞ്ഞ പോലെ തന്നെ ഏതാണ്ടൊരു 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ അങ്ങോട്ട്. ഈ ഓൾഡ് ടൗൺ എന്ന് പറയാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ മോൺട്രിയലിലെ വൺ ഓഫ് ദ ഹാപ്പനിങ് പ്ലേസസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൺട്രിയലിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഓൾഡ് പോർട്ടിനോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള പണ്ട് ഫ്രഞ്ച് ഇൻവേഷൻ ടൈമിൽ ഈ പോർട്ടിനോട് ചേർന്ന് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് ടൗൺഷിപ്പാണത്. ഈ കാണുന്നതാണ് നോട്ടർഡാം ചർച്ചാണ് കാണുന്നത്. ഇതും ഇവിടുത്തെ ഒരു ഫേമസ് ഒരു അട്രാക്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് സന്ദർശിക്കാതെ പോവില്ല. ഇതാണ് മോൺട്രിയലിലെ നോട്ടർഡാം ചർച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ടൗണിലേക്കുള്ള ഒരു എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഇതായിട്ട് വരും, ഒരു പോയിന്റ് പോലെയാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് ഓൾഡ് ടൗണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഓൾഡ് പോർട്ടിനോട് ചേർന്ന് ഫ്രഞ്ച് ഇൻവേഷൻ ടൈമിൽ ഫ്രഞ്ചുകാർ നിർമ്മിച്ചിട്ടുള്ള ഇതാണത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഓൾഡ് ടൗണിലേക്ക് അടുത്ത് തുടങ്ങി. ഇവിടെയും അവിടെയും പോലെ തന്നെ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സ്ട്രീറ്റിനോട് ചേർന്നിട്ട് തന്നെ റെസ്റ്റോറൻറ്റ്സ്, അതിനോട് റൂട്ടിലേക്ക് ഇറക്കി പണിതിട്ടുള്ള ഓരോ ഏരിയാസ്, ഡൈനിങ് ഏരിയാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറയെ ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ളൊരു ഫീൽ കിട്ടി തുടങ്ങിയത്. ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങിയത്. ഇതുവരെ നടന്നു വന്നിടത്തൊന്നും ഞാൻ താമസിക്കുന്നിടത്ത് ഇതുപോലെ കുറേ ആൾക്കാരെ കണ്ടത് കൂടാതെ
പിന്നെ റൂട്ടിൽ നടന്നു വരുന്ന സമയത്ത് ഇതൊന്നും വലിയ ആൾക്കാരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇത് ജൂലൈ 2 ആണ്. ഇത് ജൂലൈ 2 എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ കാനഡ ഡേയുടെ സെക്കൻഡ് ഡേ. കാനഡ ഡേ എന്ന് പറയുമ്പോൾ ജൂലൈ 1 ആണ് കാനഡ ഡേ വരിക. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ്. ഇത് നമ്മളിപ്പോൾ ഓൾഡ് ടൗണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഇതാണ് ഓൾഡ് ടൗൺ, മോൺട്രിയലിൻ്റെ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം. വൺ ഓഫ് ദ ഹാപ്പനിങ് പ്ലേസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ടൂറിസ്റ്റുകളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാതെ പോകാറില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടുത്തെ ഒരു നേരത്തെ കണ്ട പോലെ നമ്മുടെ റോഡിൽ കൂടെ നടന്നു വന്ന പോലെയുള്ളൊരു ഇതല്ല ഇവിടെ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരും ഇവിടുത്തെ നാട്ടുകാരും ടൂറിസ്റ്റും ഒക്കെ ആയിട്ട് ടൂറിസ്റ്റുകളും എല്ലാം ഏറ്റവും കൂടുതൽ വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറക്കി പണിതിട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ഡൈനിങ് ഏരിയാസ് ഉണ്ട്. പിന്നെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കാണുന്ന പോലെ കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. നിറയെ ആൾക്കാരിവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ബിസിനസ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഈ സ്ഥലം മൊത്തത്തിൽ അറിയപ്പെടുന്നത് എന്താണ്, പ്ലേസ് ഡി മാരി അങ്ങനെ എന്തോ ഇതിലാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് പഴയ ഇതാണ്, നമ്മുടെ സിറ്റി ഹാളാണ്. അതായത് പഴയ സിറ്റി ഹാൾ. അത് ഹോട്ടലും ഒരു ചെറിയ ഷോപ്പിംഗ് ഇതുപോലെയുള്ള എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. വില്ലേ ഡി മാരിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ സംഭവം. ഇത് അതിനോട് ചേർന്ന് തന്നെയുള്ളൊരു സ്ക്വയറാണ്. അതിനോട് തൊട്ട് പുറകിൽ തന്നെ ഇവിടെ കുറേ മോണുമെൻറ്റും സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സിനെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് പണ്ട് ഇവിടെ ഇഷ്ടംപോലെ യുദ്ധങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതായത് പലരും വന്നിട്ട് ഈ സ്പാനിഷും ഫ്രഞ്ചും ബ്രിട്ടീഷും ഒക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ട് കുറേ കാലം കൈയടക്കി വെച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയത്തുള്ള എന്താണ് യുദ്ധത്തിലേർപ്പെട്ടിരുന്നവരുടെ സ്റ്റാച്യൂസും മോണുമെൻറ്റ്സും ഒക്കെ ആയിട്ട് ഉള്ള ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഒരു നല്ലൊരു എന്താ പറയുക, അവിടെ ചെന്ന് കുറേ നേരം ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് അവിടെ വരുന്ന ആൾക്കാരുടെ വരുന്നു പോകുന്ന ആളെയൊക്കെ വീക്ഷിച്ച് ഇങ്ങനെ ഒരു സൈഡിലിരിക്കുമ്പോൾ തന്നെ ഒരു രസമാണത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ളൊരു സ്ഥലം. പിന്നെ വൈകുന്നേരത്തൊരു ചൂടില്ലാത്തൊരു കാലാവസ്ഥയും പിന്നെ ഇതുപോലത്തെ നല്ലൊരു ആംബിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും. നമ്മുടെ സിറ്റി ഹാളിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ പുറകിൽ തന്നെ നല്ലൊരു ഫൗണ്ടൻ ഉണ്ട്. ഇതതിൻ്റെ ഇടത്തെരുവുകളാണ്. അതായത് ടൗൺഷിപ്പിനകത്ത് തന്നെയുള്ള സ്ട്രീറ്റുകളാണ്. ഇതും എല്ലാം കല്ലൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നിറങ്ങിയപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ വളരെ ചുരുക്കൂടെ കണ്ടുകിട്ടുള്ളൂ. ഒരുമാതിരിപ്പെട്ട എല്ലാവരും സ്പാനിഷും ഫ്രഞ്ചും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. സ്പാനിഷ് കോമൺ ആണ്, സ്പാനിഷ് ഒരുമാതിരി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ചില ആൾക്കാരെല്ലാം ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ വഴി ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എന്താണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അവരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തോ എന്താ പറയുക, ഇതുവരെ കേൾക്കാത്ത ഭാഷ കേൾക്കുന്ന ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് അവർക്ക് ഉള്ളത്. ഇപ്പോൾ
ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് ഇത്. അതായത് ഓൾഡ് പോർട്ടിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് ഇവിടെ പോർട്ട് ഉണ്ടായിരുന്ന കാലത്ത് ഇവിടുന്ന് ചരക്ക് നീക്കങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന എന്നാണ് 19-ാം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ള ഒരു എന്താണ് റെയിൽവേ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് പോർട്ട് ഏരിയ. ഓൾഡ് പോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് ഒരു തീം പാർക്ക് പോലെ ആക്കി വെച്ചിട്ടുള്ളതാണ് അവിടെ. ഇപ്പോൾ എല്ലാം മെറീനയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തീം പാർക്ക് ഉണ്ട്, ഒരു അഡ്വഞ്ചർ തീം പാർക്ക് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. സെൻറ്റ് ലോറൻസ് റിവറിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് തീം പാർക്ക്. ഞാനവിടെ കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഒരാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി. അവിടെ ടിക്കറ്റിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ കരുതി ഓപ്പൺ ആയിരിക്കും നിർത്തി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ല, ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തേക്കുള്ളൂ എന്ന് പറഞ്ഞു. വേറെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെയും തിരിച്ച് ഞാൻ ഈ ഓൾഡ് ടൗണിലേക്ക് തന്നെ വന്നു. ഇവിടെ കുറേ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി. വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു വൈബും കാര്യങ്ങളെല്ലാം. പിന്നെ എന്താ പറയുക, ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ കാണുന്ന പോലെ തന്നെ അവിടെയും കുറേ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ക്വയർ ഓൾഡ് ടൗണിലുള്ള. ഇവിടെയാണ് ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നതല്ല. നേരത്തെ പുറകിൽ കണ്ട ആ ഒരു സ്ക്വയർ, ആ ഫൗണ്ടനൊക്കെ ഉള്ളത്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം കൂടെ അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഇരുട്ടി തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോകുമ്പോൾ എന്തായാലും മെട്രോയിൽ കയറി പോകാനാണ് എന്താണ് പദ്ധതി. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. പക്ഷെ വലിയ കാര്യമായിട്ട് നടക്കാനുള്ള ദൂരമൊന്നുമില്ല. 15-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷേ ഇവിടുന്ന് മെട്രോ ഉണ്ട്. മെട്രോയിൽ ഞാൻ ആ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താണ് ഈ ഒരു 3 ഡേയ്സോ 4 ഡേയ്സോ എത്രയാണെന്നറിയില്ല. ഞാൻ വെച്ചാൽ അതുവരെ യൂസ് അങ്ങനെയല്ല. 4 ഡേയ്സ് നല്ല നമുക്ക് എത്ര റീചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിനകത്ത്. $6 കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് വാങ്ങാം. അതിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിൽ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള മെഷീൻസ് എല്ലാം എല്ലാ മെട്രോ സ്റ്റേഷൻസിലുണ്ട്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ മെട്രോ കിട്ടി. ഇതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന നേരെ ഉക്കാം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പോയിട്ട് ഇറങ്ങാം. റൂമിൽ പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് കറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്താണ് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഉക്കാം എന്ന് പറഞ്ഞത് അത്യാവശ്യം വലിയൊരു മെട്രോ സ്റ്റേഷനാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ ആണത്. ആൾക്കാർ കൂടുതൽ വരുന്നതും ചെന്നെങ്കിലൂടെ ഈ ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള സെൻറ്റ് ഡെനീസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് സ്ട്രീറ്റ്സ് ആണ്. അവിടെ ഇഷ്ടംപോലെ ക്യുസൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കാരണം ആൾക്കാർ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണത്. മെട്രോയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കാർഡ് സ്കാൻ ചെയ്യേണ്ടത്. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി വരാം. അവിടെ പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. തിരിച്ച് ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോഴേക്കും കുറേശ്ശെ ഇരുട്ട് വീണ് തുടങ്ങി. എന്നിരുന്നാലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 8-8:15 ആ സമയമൊക്കെ ആവണവരെ നല്ല വെളിച്ചമുണ്ടാവും. പിന്നെ പോകുന്ന വഴിയാണ് ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം പോലെ എന്തോ നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതെന്താ നോക്കാൻ നിർത്തി കയറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പോകുമ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ കാൻഡാഡുകളനുബന്ധിച്ചുള്ളതാണോ എന്നറിയില്ല, അതോ വേറെ എന്താണെന്ന് അറിയില്ല. ആരോടെങ്കിലും ചോദിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അതൊട്ട് പറ്റൂല. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.